വയനാട് ജില്ലയിൽ പേരുമാറ്റം ചർച്ച ചെയ്യണമെങ്കിൽ അത് ആദിവാസികളെ വനവാസികൾ എന്ന് വിളിക്കുന്ന ബിജെപി അജണ്ടയാണെന്ന് സുൽത്താൻ ബത്തേരി എംഎൽഎ IC ബാലകൃഷ്ണൻ. ആദിവാസികൾ ഈ മണ്ണിന്റെ ആദ്യ അവകാശികളാണ്. എന്നാൽ സംഘപരിവാറും ബിജെപിയും ആദിവാസികളെ ബോധപൂർവം വനവാസികൾ എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയാണെന്നും അല്ലാതെ നടത്തുന്ന ശ്രമം സുൽത്താൻ ബത്തേരിയുടെ മതസൗഹാർദ്ദം തകർക്കാനും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള അജണ്ടയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ബത്തേരിയുടെ പേരുമാറ്റി ഗണപതിവട്ടം എന്നാക്കണമെന്ന പ്രസ്താവനയ്ക്കെതിരെയാണ് നിലവിൽ ബത്തേരി MLA കൂടിയായിരിക്കുന്ന IC ബാലകൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നത്. വയനാട് ജില്ലയിൽ പേരുമാറ്റം ചർച്ച ചെയ്യണമെങ്കിൽ അത് ആദിവാസികളെ വനവാസികൾ എന്ന് വിളിക്കുന്ന BJP അജണ്ടയാണെന്നാണ് IC ബാലകൃഷ്ണൻ MLA പറയുന്നത്. ആദിവാസികൾ ഈ മണ്ണിന്റെ ആദ്യത്തെ അവകാശികളാണ്. എന്നാൽ സംഘപരിവാറും BJPയും ആദിവാസികളെ ബോധപൂർവം വനവാസികൾ എന്ന് വിളിക്കുന്നത് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. ഈ പേരുമാറ്റം ചർച്ച ചെയ്യാൻ K. സുരേന്ദ്രൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വനത്തിൽ താമസിച്ചാലും നഗരത്തിൽ താമസിച്ചാലും ഗ്രാമത്തിൽ താമസിച്ചാലും ഭരണഘടനാപരമായുള്ള ഷെഡ്യൂൾ ട്രൈബ് ആദിവാസിയാണ്. ആ ആദിവാസിയെ വനവാസി എന്ന് വിളിച്ച് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഭരണഘടന പോലും എഴുതി ചേർക്കപ്പെട്ട പേര് മാറ്റി വിളിക്കുന്നത് BJPയുടെയും RSSന്റെയും കിടൻ അജണ്ട ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗൗരവമായിട്ടുള്ള ചർച്ച ചെയ്യപ്പെടേണ്ടത്. ആദിവാസി സമൂഹം വനത്തിൽ മാത്രമുള്ളവരാണെന്ന് BJP വരുത്തി തീർക്കുന്നത് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ്. ഇത് കോർപ്പറേറ്റ് അജണ്ടയാണ്. K. സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി വന്നതിനു ശേഷം ആദിവാസി ഊരുകളിൽ നടത്തിയ സന്ദർശനത്തിൽ പോലും വനവാസി എന്നാണ് പറയുന്നത്. ഇത് സാമൂഹിക നീതിയുടെ നിഷേധമാണ്. സുരേന്ദ്രൻ ഇതിന് മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് സാമൂഹിക സാമ്പത്തിക നീതിയും നിഷേധിക്കപ്പെടുന്ന സർക്കാരിൻ്റെ നടപടികളുമാണ്. അതിൽ നിന്നും ഒളിച്ചോടാനാണ് സുരേന്ദ്രൻ്റെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി.